ഞങ്ങൾ സഖാവിൻ്റെ ഭരണകാലത്തല്ലേ ഇവിടെ പോയത്. അപ്പോൾ സുരേഷിന് സഖാവിൻ്റെ ഭരണം ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഭരണം അതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടാകും, പക്ഷേ ആരെയും അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് സുരേഷ്. അപ്പോൾ നമ്മുടെ നായനാർ സഖാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആയാലും വരും, അന്വേഷിക്കും. പിന്നെ പല പ്രാവശ്യം അങ്ങനെ ക്ലിഫ് ഹൗസിൽ വന്നിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി. അപ്പോൾ ഇത് രാഷ്ട്രീയമല്ല കേട്ടോ, നിങ്ങളത് വിചാരിക്കണം. രാഷ്ട്രീയത്തിന് അപ്പുറമുള്ളൊരു വ്യക്തിബന്ധമായത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു വ്യക്തിബന്ധം. അതാണ് സുരേഷ് ഗോപിയായിട്ട്. മറ്റു ഞങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് സഖാവിൻ്റെ ഭരണം ഇഷ്ടമായിരുന്നു. ആ കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല മുഖ്യമന്ത്രിമാരും വന്ന് പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ആയിട്ടും അടുത്തൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ സഖാവിന് അച്ഛൻ അച്ഛൻ്റെ ഭരണം ഇപ്പോൾ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. സഖാവിനാന്ന് പറയില്ല, അച്ഛനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അല്ലാണ്ട് ഞങ്ങൾ ഇതിലൊരു രാഷ്ട്രീയം കലർത്താൻ പാടില്ല നിങ്ങൾ. അതാണ് എനിക്കൊരു റിക്വസ്റ്റ്. അത് രാഷ്ട്രീയമില്ല ഇതിൽ. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിബന്ധം. അതാണ് ഞങ്ങൾ വരാറുണ്ട്. അവിടെ നിന്ന് കാണാറുണ്ട്. ഞങ്ങൾ അവരെ വീട്ടിൽ പോകാറുണ്ട്. മക്കളുമായിട്ട് ഞാൻ രാധികേനെ ഞാൻ പല പ്രാവശ്യം മിഞ്ഞാന്ന് പോലും വിളിച്ചതാണ്. ഇടയ്ക്കിടെ വിളിക്കും. ജയിച്ചപ്പോഴൊന്നും സുരേഷിനെ വിളിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ രാധികേനെ വിളിക്കുക. അപ്പോൾ രാധിക പറയും അമ്മ വിളിച്ചു, അങ്ങനെ. അപ്പോൾ ഇവരെ കാണാൻ പോയ സമയത്തും അന്നേ ഇവരോട് പറഞ്ഞു, ഞാൻ അമ്മയെ ചെന്ന് കാണും, അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അമ്മയെ ചെന്ന് കാണും, ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ജയിച്ചപ്പോഴൊന്നും ഞാൻ വിളിച്ചിട്ടില്ല. എല്ലാവരും വിളിച്ച് പറഞ്ഞത്, ഞാൻ വിളിച്ചില്ല. ഞാൻ അമ്മയെ ചെന്ന് കാണും. അതുപോലെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ്. ചില പത്രക്കാർക്കെല്ലാം അറിയാതെ. പിന്നെ പല പ്രാവശ്യം അയാൾ ഇവിടെ എത്തിയാൽ എന്നോട് വിളിച്ച് പറയും, മമ്മി ഞാൻ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇയാളിവിടെ 2-3 ആളുണ്ടാവും. പിന്നെ ഭക്ഷണം ഉച്ചയ്ക്ക് ചോറാവണമെങ്കിൽ ഇവിടെ നിന്നെങ്കിലും പറയും, അമ്മ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, മാടായിക്കാവിൽ ഇയാൾ വലിയ ഭക്തനല്ലേ, അപ്പോൾ തലപ്പുറം വരെ എത്തിയിട്ടുണ്ട്, ചോറ് വേണമെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ സുരേഷേ, ഞാനിപ്പം തിരുവനന്തപുരത്താണല്ലോ ഉള്ളത്, ഞാൻ അവിടെ ഉള്ളവരാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ്, അത് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ്. മറ്റേ എല്ലാ പ്രാവശ്യം പറഞ്ഞാൽ ഞാനിവിടെ ഭക്ഷണം റെഡിയാക്കും. അങ്ങനെ ഭക്ഷണം ഇന്ന് കഴിച്ചു. ഇന്ന് തിരക്കിട്ട് വളരെ കുറച്ച്. നായനാർ സഖാവ് എന്ന് പറഞ്ഞാൽ നായനാർ സഖാവ് ഒരു സുരേഷ് ഒരു സാധാരണയുള്ള ഒരാളുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. അല്ലാണ്ട് രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ലല്ലോ നമ്മൾ. ഞാൻ ആദ്യം തന്നെ അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയത്തിന് അതീതമായൊരു വ്യക്തിബന്ധം ഞങ്ങൾ തമ്മിലിന്ന്. അതാ പറഞ്ഞത്. ഇത് രാഷ്ട്രീയം കലർന്നിട്ടേ ഇല്ല. അതുകൊണ്ടാണ് സദ്യ ഇവിടെയാ. ഇവിടെ ചെറിയ തോതിൽ നമ്മളെ പെണ്ണുങ്ങൾ സദ്യ ഉണ്ടാക്കി അങ്ങനെ കൊടുത്തു. വേറെ ഇതിൽ ഞാനും തന്നെ പിന്നെ പറഞ്ഞുതരും. പിന്നെ ഞാൻ കുറേ നാൾ ഇയാൾ MB ആയ സമയത്ത് എന്നെ വിളിക്കാറില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു, എന്ത് പിന്നെ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചു. ഞാൻ എറണാകുളത്തുള്ളപ്പോൾ മോൻ്റെ അടുത്ത് വീണിട്ട് ഞാൻ 2 കൊല്ലം അവിടെ കിടന്നു പോയിന്. അന്നേരം ഒരു പ്രാവശ്യം ഞാൻ അയാളെ പരിപാടി നടക്കുന്ന സമയത്താണ് ഞാൻ എന്താ സുരേഷേ ഇപ്പം വിളിക്കുന്നൊന്നുമില്ലല്ലോ, പിന്നെ അന്നേരം വിളിക്കാനുള്ള ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാതെ. പിന്നെ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവാണ് പറഞ്ഞത്, അമ്മക്ക് വിഷമമായിരിക്കും ഞാനിപ്പോൾ വന്നാൽ. ഈ BJP-ക്കാർ നമ്മളെ സാധാരണ പാർട്ടിക്കാരെ മാതിരില്ല, അവരെപ്പോഴും ഇയാളെ കൂടെ ഒരു 3-4 ആളുണ്ടാവും. അപ്പോൾ സുരേഷ് പറയുന്നത്, പിന്നെ അപ്പോൾ അമ്മക്കതൊരു വിഷമമായിരിക്കും. നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് അമ്മക്കൊരു വിഷമമായിരിക്കും ഞാനിങ്ങനെ വന്നാൽ. ഇങ്ങനെ അത് എപ്പോഴും എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും. അതാണ് ഞാൻ ഇപ്പോൾ വരാത്തത്, MB ആയ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ അമ്മക്ക് വിഷമമായെങ്കിലോ ഞാൻ ഇങ്ങനെ കൂടെ ഇവരെല്ലാം വന്നാൽ അതങ്ങനെയാണ് പറഞ്ഞത്. ഇന്നും തനിയെ ആരുമില്ല ആരുമില്ല.
അതാ അല്ലാണ്ട് ഇതിൽ എന്നെപ്പോലെ നിങ്ങൾക്കിപ്പോൾ ആർക്കും രാഷ്ട്രീയം അറിയില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ 5 വയസ്സ് മുതൽ എൻ്റെ അമ്മാവൻ KPR ഗോപാലൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ട് തൂക്കാൻ വിരിച്ചിട്ട് ഇറങ്ങി വന്ന മനുഷ്യനല്ലേ. അപ്പോൾ എനിക്ക് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടില്ലാതേ ഉള്ളൂ, രാഷ്ട്രീയക്കാരി ആയിട്ടില്ലാതേ ഉള്ളൂ. പക്ഷേ എനിക്ക് നന്നായി രാഷ്ട്രീയം അറിയാം. അതുകൊണ്ട് എന്നും ഞാൻ പിന്നെ ഞാനൊരു സഖാവിൻ്റെ ഭാര്യയാണല്ലോ എല്ലാവർക്കും. അങ്ങനെ ആ സഖാവിൻ്റെ ഭാര്യേൻ്റെ ആ ബന്ധം എനിക്ക് എപ്പോൾ അതിന് ഞാൻ നിമിത്തം അതിന് യാതൊരു മോശം ഉണ്ടാകാൻ പാടില്ല. അത് നല്ല രീതിയിൽ എൻ്റെ ജീവിതം ഞാനിപ്പം ജീവിച്ചിരുന്നത്. ഇഷ്ടം പോലെ എന്നെ കാണാൻ ആൾക്കാർ ഇഷ്ടം പോലെ വരും. നിങ്ങൾ എന്നെ ചോദിക്കും എവിടുന്നാണ് ഈ ആൾക്കാരിങ്ങനെ വരുന്നത്? പല ഭാഗത്ത് ഇപ്പം നമ്മൾ പ്രശ്നക്കടവ് പോയാൽ ഇപ്പം എല്ലാവരും കാറിലല്ലേ പോയി വരുന്നത്. അപ്പോൾ എല്ലാവരും കാറ് ഒന്നിങ്ങോട്ട് തിരിക്കും, ടീച്ചറൊന്ന് കാണാമെന്ന് വെച്ചാൽ. അങ്ങനെ പല ആൾക്കാരും പല ഭാഗത്തുനിന്നും ആൾക്കാർ വരും. ഞാൻ അവർ രാഷ്ട്രീയം ചോദിക്കില്ല, ഇവിടുന്ന് വന്നിനെന്ന് മാത്രം ചോദിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല, ഞങ്ങളൊന്ന് സഖാവിൻ്റെ വീട് കാണാൻ ഒന്ന് ടീച്ചറെ കണ്ടു പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അത് നമുക്ക് സന്തോഷമായി. അപ്പോൾ ഞാനിങ്ങോട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ജനങ്ങളുമായിട്ട് എപ്പോഴും എനിക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനാണ് ഇഷ്ടം. ഓക്കെ, ശരി. ശരി.